റാപ്ചർ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളെ മീഡിയയിൽ കൂടി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനവും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാവുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22, 23, 24 വാക്യം വായിച്ച് എൻ്റെ മെസ്സേജിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അനന്തരം മോശ ഇസ്രയേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിപ്പിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിനെ മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്തു കുടിക്കും എന്ന് പറഞ്ഞു. മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്നും വിളിച്ചു കൊണ്ടുവരുന്ന മോശയുടെ കൂടെയുള്ള ജനം മരുഭൂമിയിലെത്തിയപ്പോൾ അവർക്ക് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ അലഞ്ഞു എന്ന് ദൈവത്തിന്റെ വചനം നാം വായിച്ചു കേട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തങ്ങളുടെ ജീവിതത്തിൽ ഫറവോന്റെ അടിമത്തത്തിലായിരുന്ന ജനം ദൈവത്തിന്റെ വാക്ക് കേട്ട്, മോശയുടെ വാക്ക് കേട്ട് ഫറവോനിന്റെ അടിമത്തത്തിൽ നിന്നും വിളിച്ചു വേർതിരിച്ചു കൊണ്ടുവരുന്ന ജനം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തു വരുന്ന സമയത്ത് ചെങ്കടലിന്റെ നടുവിൽ, ഹല്ലേലൂയ, ചെങ്കടലിന്റെ അരികെ വെച്ച് അവർക്ക് കടക്കുവാൻ നിവൃത്തിയില്ലാതെ വന്ന സമയത്ത് മോശ ദൈവത്തോട് ചോദിച്ചു. മോശയോട് ദൈവം പറഞ്ഞു, മോശേ, നിന്റെ കയ്യിലിരിക്കുന്നത് എന്തേ? അധികാരത്തിന്റെ വടി. പ്രൈസ് ദി ലോർഡ്. അധികാരത്തിന്റെ വടി ചെങ്കടലിന് നേരെ നീട്ടി. ഹല്ലേലൂയ. 6 ലക്ഷത്തിലധികം വരുന്ന ജനത്തെ ഇക്കരെ കടത്തി അവർ വീണ്ടും യാത്ര ചെയ്യുന്ന സമയത്ത്, ഈ മരുഭൂമിയിലെത്തിയ സമയത്ത് അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ലാതായി. ഈ സമയത്ത് ജനം മുഴുവൻ 6 ലക്ഷത്തിൽ പരം ജനം മോശയുടെ നേരെ പിറുപിറുക്കിയാണ്. തങ്ങളെ വിളിച്ചു വേർതിരിച്ച നിയോഗിച്ചു കൊണ്ടുവരുന്ന ഹല്ലേലൂയ നേതാവിന്റെ നേരെ പിറുപിറുക്കുന്ന ജനത്തിന്റെ പിറുപിറുപ്പ് കണ്ടിട്ട് ഹല്ലേലൂയ മോശ ദൈവസന്നിധിയിൽ കടന്നു ചെന്നു. ദൈവം പറഞ്ഞ വാക്കാണ് നാം കേട്ടത്. ഹല്ലേലൂയ. മോശേ, നീ ആ നിൽക്കുന്ന മരം കണ്ടോ? അത് വെള്ളത്തിലിടുമ്പോൾ അത് മധുരമുള്ളതായിത്തീരും. നീ അത് വെട്ടി ആ വെള്ളത്തിലേക്ക് ഇടുക. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ജീവിതത്തിന്റെ യാത്രയിൽ വിവിധ നിലകളിൽ, ഹല്ലേലൂയ, ജോലി മേഖലകളിൽ, കുടുംബ ജീവിതത്തിൽ, ഹല്ലേലൂയ, രോഗമായിട്ട് വിവിധ നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ കയ്പ് അനുഭവപ്പെടുന്ന അവസ്ഥയ്ക്ക് ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഹല്ലേലൂയ, നിങ്ങളുടെ കയ്പിന്റെ അനുഭവം മാറുവാൻ, ജീവിതത്തിലെ പ്രതികൂലത്തിന്റെ അനുഭവം മാറുവാൻ നസ്രനായ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ജനം മുഴുവൻ പിറുപിറുത്തത് അവർക്ക് 3 ദിവസമായി കുടിക്കുവാൻ വെള്ളമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ വിവിധ തരത്തിലുള്ള കയ്പിന്റെ അനുഭവം. പുറമേ നോക്കിയാൽ ഒന്നുമില്ലെങ്കിലും, ഹല്ലേലൂയ, സാമ്പത്തികമായി ഉയർന്ന നിലവാരമുള്ളവരാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ, തങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിലൊക്കെ ഓരോരോ വേദനയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവർ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ഇല്ലാതെ നാം യാത്ര ചെയ്യുമ്പോൾ, യേശുവിനെ ഒരു സൈഡിൽ മാറ്റിവെച്ച് നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിവിധ നിലകളിലുള്ള കയ്പിന്റെ അനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ പിറുപിറുത്തെ 6 ലക്ഷത്തിലധികം ജനത്തിനും വേണ്ട വെള്ളം കൊടുക്കുവാൻ അവിടെ ഉണ്ടേ എങ്കിലും അത് ഹല്ലേലൂയ അവർ രുചിച്ചു നോക്കിയപ്പോൾ അത് കയ്പുള്ളതായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, ഹല്ലേലൂയ, യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും രോഗസൗഖ്യങ്ങളും കടന്നു വരുമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിവിധ വ്യക്തികൾ, ഹല്ലേലൂയ, എനിക്ക് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ കാണുവാൻ സാധിക്കും. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഭാരങ്ങൾ പേറി, നിരാശയുടെ അടിത്തട്ടിൽ, വേദനയുടെ അടിത്തട്ടിൽ അകത്തിരിക്കുന്ന ജീവിതങ്ങൾ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഈ തിരുവചനം കേൾക്കുമ്പോൾ കർത്താവായ യേശുവിലേക്ക് മുഖമുയർത്തുവാൻ തയ്യാറായാൽ ദൈവം നിങ്ങളെ വാസ്തവമായും വിടുവിക്കും. പ്രൈസ് ലോർഡ്. മോശയോട് പറഞ്ഞത്, മോശെ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആരാണ് ഈ വൃക്ഷം? യേശുവാകുന്ന കർത്താവ്. യേശുവാകുന്ന കർത്താവ് നിന്നെ കർത്തൃത്വം നടത്തുവാൻ നീ ആ യേശു കർത്താവിന് വിധിയപ്പെട്ട്, പരിശുദ്ധാത്മാവിന് വിധിയപ്പെട്ട് നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്താൽ അത് കയ്പിന്റെ ഏതനുഭവമുള്ള അവസ്ഥയായാലും നിങ്ങളുടെ ജീവിതത്തിൽ മാധുര്യമുള്ള ഒരു അനുഭവമായി തീരുവാൻ പോവുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും പറയാറുണ്ട് മക്കളുണ്ട്, പക്ഷെ അവർ നോക്കുന്നില്ല. പലരും പറയാറുണ്ട് ജോലി ചെയ്തു 30 ദിവസം ജോലി ചെയ്തു, 30-ാം ദിവസം സാലറി കയ്യിൽ കിട്ടിയാൽ അതേ പിറ്റേ ദിവസമാകുമ്പോൾ അത് കയ്യിൽ നിന്ന് നിഷ്ഫലമായി പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ യേശുവിനോട് കൂടിയാണ് നമ്മുടെ യാത്ര. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല, ലോകത്തിൽ ഹല്ലേലൂയ രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല, യേശു മാത്രമാണ് നമ്മുടെ രക്ഷ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോനയുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, യോന ഹല്ലേലൂയ ദൈവം പറഞ്ഞ വഴിയിൽ പോകാതെ കണ്ട് സ്വന്തം ഇഷ്ടത്തിന് പോയപ്പോൾ കടലിൽ ഹല്ലേലൂയ കപ്പലിൽ തകർക്കുവാൻ തക്കവണ്ണം കാറ്റടിച്ചപ്പോൾ കപ്പലിലുള്ളവർ ഞരക്കിട്ട് യോനയുടെ മേലെ ഞരക്കു വീണപ്പോൾ ഹല്ലേലൂയ യോനിയെ വെള്ളത്തിലേക്ക് എടുത്തിട്ടു എന്ന്. ഒരു മഹാമത്സ്യത്തെ ദൈവം കൽപ്പിച്ചാക്കി. എന്തിനു വേണ്ടിയാണ്? യോനെ ആ പ്രതികൂലത്തിൽ, ആ വെള്ളത്തിനടിത്തട്ടിൽ കൊണ്ടുപോയി മുക്കിക്കളയുവാനല്ല, സത്യമായിട്ടും ദൈവം ഉണ്ടേ എന്നും ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ലെന്നും അറിയിക്കുവാനാണ് യോനയ്ക്ക് വേണ്ടി ആ മഹാമത്സ്യത്തെ ദൈവം കൽപ്പിച്ചാക്കിയത്. യോന മത്സ്യത്തിന്റെ അടിത്തട്ടിൽ കിടന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ഇന്ന് പകലെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു എന്ന് യോന പറഞ്ഞ മാത്രയിൽ മത്സ്യത്തോട് ദൈവം കൽപ്പിക്കുകയാണ് യോനിയെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. കരയുടെ അതിർത്തിയുടെ വെള്ളത്തിന്റെ അതിർത്തിയിലേക്ക് വന്നിട്ട് ഹല്ലേലൂയ യോനിയെ ആ മത്സ്യം പുറത്തേക്ക് ഇടുകയാണ്. അവിടെ വെച്ച് ദൈവം പറഞ്ഞ ദൂതകൾക്ക് വേണ്ടി യോന തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ശമരിയക്കാരി സ്ത്രീയെ നമുക്ക് കാണുവാൻ സാധിക്കും. യോനാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ഇല്ലാതെ അവൾ യാത്ര ചെയ്ത സമയം യേശുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് യേശു ആരാണെന്ന് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഇത് മിശിഹായാണെന്ന് പറഞ്ഞ് അവൾ യേശുവിന്റെ സന്നിധി അവൾ വെള്ളം കോരുവാൻ കൊണ്ടുവന്ന പാത്രം സമർപ്പിച്ചിട്ട് അവൾ ഗ്രാമത്തിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, എന്റെ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടു, ഒരു വസ്തുയെ ഒരുപക്ഷെ അത് ക്രിസ്തുവായിരിക്കും. അതുകൊണ്ട് ആ ഗ്രാമത്തിലുള്ള സകല ജനത്തെയും ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന ശമരിയക്കാരി സ്ത്രീയെ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ അവളോട് കൂടെ വരുന്ന ജനം പിന്നത്തേതിൽ പറയുന്നത്, നീ പറഞ്ഞത് കൊണ്ടല്ല, ഞങ്ങൾ വന്ന് കണ്ടു മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് ആ ഗ്രാമം മുഴുവൻ പറയുവാൻ ഇടയായി തീർന്നു. യേശുവിനെ ഹല്ലേലൂയ ഇന്ന് പകൽ വെളിപ്പെടുത്തുവാനാണ് കർത്താവിനെ ഈ മെസ്സേജ് തന്ന് നിയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ ശ്രമിക്കുന്ന ദൈവമക്കളെ, കർത്താവിനെ വിട്ടുള്ള നമ്മുടെ യാത്ര നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും ബുദ്ധിമുട്ടുകളും വേദനകളും രോഗങ്ങളും ആകുമ്പോൾ യേശുവിനെ കൊണ്ട് യാത്ര ചെയ്താൽ ഏത് വേദനിക്കുന്ന അനുഭവം വന്നാലും ഏത് പ്രശ്നങ്ങൾ കടന്നു വന്നാലും യേശു നമ്മുടെ രക്ഷിതാവായി കൂടെയുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, യേശുവിന് വേണ്ടി നമ്മുടെ ഹൃദയം കൊടുത്തു എങ്കിൽ നമ്മുടെ കയ്പിന്റെ അനുഭവം മാറി നമ്മെ ഹല്ലേലൂയ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ജനം പറഞ്ഞപ്പോൾ മോശ ദൈവസന്നിധിയിൽ ചെന്ന് മോശയ്ക്ക് കാണിച്ചു കൊടുത്തത് ഒരു വൃക്ഷമാണ്. ഈ വൃക്ഷത്തിന്റെ കൊമ്പെടുത്ത് വെള്ളത്തിൽ ഇട്ടപ്പോൾ മാറയായിരുന്ന കുടിക്കുവാൻ സാധിക്കാത്ത വെള്ളം, മാറ്റിയിട്ടിരുന്ന വെള്ളം, ആർക്കും ഒരു തുള്ളി പോലും കുടിച്ച് സന്തോഷിക്കുവാൻ സാധിക്കാത്ത ജലം മുഴുവൻ യേശുവാകുന്ന കൊമ്പിനെ അവരുടെ ജീവനിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ അവരുടെ കുടിക്കുവാൻ കയ്പായിരുന്നു എന്ന് പറഞ്ഞു മാറ്റിയിട്ടിരുന്ന ജലം പിന്നത്തേതിൽ
മധുരമുള്ളതായി തീർന്നു. ഹല്ലേലൂയ. യേശുവിനെ നമ്മുടെ ജീവിത അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും തയ്യാറാവട്ടെ. അപ്പോസ്തല പ്രവൃത്തി 4:12 ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, മറ്റൊരുവനിലും രക്ഷയില്ല. യേശു നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ നാഥനായി, നമ്മുടെ രക്ഷിതാവായി, നമ്മുടെ കർത്താവായി, നമ്മളിൽ കർത്തൃത്വം വഹിക്കുന്നവനായി യേശുവിന് വേണ്ടി നമ്മുടെ ഹൃദയം കൊടുക്കുവാൻ ഇന്ന് പകൽ നാം തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ അറിഞ്ഞവരാരും, ഹല്ലേലൂയ, ദൈവവചനത്തിൽ നാം അതിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചാൽ യേശുവിനെ അറിഞ്ഞവരാരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, നശിച്ചു പോയിട്ടില്ല, ദൈവിക സമാധാനം പ്രാപിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വഴിയരികിലിരുന്ന ബർത്തിമേയ എന്ന് പറയുന്ന കുരുടൻ, ഹല്ലേലൂയ, അവന്റെ ജീവിതം മുഴുവൻ കയ്പായിരുന്നു. എങ്കിലും യേശു ആ വഴി കടന്നു പോകുന്നുവെന്ന് കേട്ടപ്പോൾ അവന്റെ ശബ്ദത്തെ ദൈവസന്നിധിയിൽ കൊടുത്ത് യേശുവിനെ അവനിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം യേശുവിനെ അവനിലേക്ക് ആകർഷിപ്പിച്ചു. എങ്കിൽ അവന്റെ ശബ്ദം കൊടുത്ത് യേശുവിനെ, ദാവീദ് പുത്രാ, എന്നോട് മനസ്സലിയണമേ എന്ന് തന്റെ ശബ്ദം നീട്ടി കൊടുത്ത് അവൻ കർത്താവിന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. എങ്കിൽ തന്റെ ജീവിതത്തിൽ അന്ന് വരെ കയ്പായിരുന്ന അനുഭവം മാറി അന്നു മുതൽ മധുരമുള്ള ഒരു അനുഭവത്തിലേക്ക് അവൻ മാറുവാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരുവനിലും രക്ഷയില്ല. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇന്ന് പകൽ യേശുവിനെ നോക്കിയാൽ, യേശുവിനെ അനുഗമിച്ചാൽ, യേശുവിന്റെ കൽപ്പന അനുസരിച്ചാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാൽ, പാരമ്പര്യത്തിന്റെ സകല ബന്ധനങ്ങളിൽ നിന്നും വിടുവിച്ച് യേശു പറയുന്നത് കേൾക്കുവാൻ, തിരുവചനം അനുസരിച്ചാൽ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മകളും അനുഗ്രഹങ്ങളും കാണുമെന്ന് ഇന്ന് കർത്താവായ യേശുവിന്റെ തിരുവചന അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാവുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കും. വ്യഭിചാരത്താൽ പിടിക്കപ്പെട്ട് പാവനിയായ ഒരു സ്ത്രീയെ കല്ലെറിയുവാൻ കുറെ ആൾക്കാർ യേശു ആലയത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. യേശുവില്ലാത്ത യാത്രയായിരുന്നു അവളുടെ ജീവിതം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശുവില്ലാതെ ലോകത്തിലെ സകലവിധ പാപത്തിനകത്തും അടിത്തട്ടിനകത്ത് കിടന്ന പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാൻ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട് കുറെ വ്യക്തികൾ കല്ലുമായിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് അവളെയും കൊണ്ട് വന്നപ്പോൾ, ഹല്ലേലൂയ, അന്ന് വരെ അവൾ യേശു ആരാണെന്ന് അറിഞ്ഞിരുന്നില്ല. യേശുവിനോട് പറഞ്ഞു, ഇവളെ കല്ലെറിയ, ഇവളെ പാപത്താൽ ഞങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശുവളെ കല്ലെറിഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവൾ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, നിങ്ങളെ പാപത്തിന്റെ ഏതടിത്തട്ടിലാണ് കിടക്കുന്നു എങ്കിലും, നിങ്ങളിൽ യേശുവില്ലാത്ത ജീവിതമാണ് ഇന്ന് വരെ നിങ്ങൾ നയിച്ചുവെങ്കിലും, ഈ മാത്രയിൽ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കുവാൻ തയ്യാറാണോ? യേശു പാപികളെ സ്നേഹിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്നു. യേശു തന്റെ 33.5 വയസ്സിൽ തന്റെ ജീവനെ ഈ ലോകത്തിന് വേണ്ടി കൊടുക്കുവാൻ കാരണം ഞാനും നിങ്ങളും പാപികളായിരിക്കുന്ന നമ്മെ വിടുവിച്ച് വേർതിരിക്കുവാനാണ്. യേശുവളെ കല്ലെറിഞ്ഞില്ല. യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൾ ഇവളെ കല്ലെറിയട്ടെ. സകലരും അവളെ വിട്ടുപോയി. കല്ല് താഴെയിട്ടിട്ട് അവർ മാറിപ്പോയപ്പോൾ യേശുവോട് ചോദിച്ചു, സ്ത്രീയെ, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ? ഞാനും നിന്നെ കല്ലെറിയുന്നില്ല. മേലിൽ പാപം ചെയ്യരുത്. അന്ന് വരെ അവൾ പാപം ചെയ്തത് ഇരുട്ടിന്റെ അനുഭവമായിരുന്നു. അന്ന് അവർ കളലിയ കയ്പിന്റെ അനുഭവമായിരുന്നു അവളുടെ ജീവിതത്തിൽ. അവൾ എന്തിനൊക്കെയോ വേണ്ടി അവളുടെ ജീവിതത്തെ മാറ്റിവെച്ചു. എങ്കിൽ യേശുവിനെ അറിഞ്ഞ മാത്രയിൽ അവൾ സന്തോഷത്തോടെ ഇനി മേലിൽ പാപം ചെയ്യുകയില്ല എന്നുള്ള തീരുമാനത്തോടെ അവിടെ നിന്ന് കടന്നുപോയി. എങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുവാനുള്ളത്, യേശുവിനെ അനുഗമിച്ചാൽ ജീവിതത്തിലെ ഏത് കയ്പിന്റെ അനുഭവം മാറി അവൻ മധുരമുള്ള ഒരു അനുഭവമാക്കി തീർക്കും. എന്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ ഇതുപോലെ ജീവിതം കയ്പായിരുന്നു എങ്കിൽ, വിവിധ പ്രോബ്ലംസുകളാൽ, വിവിധ രോഗത്താൽ, വിവിധ പ്രശ്നങ്ങളാൽ ഞങ്ങളുടെ ജീവിതം കയ്പായിരുന്നു എങ്കിൽ, പാരമ്പര്യത്തിന്റെ മഹിമയെ വിട്ടുകളഞ്ഞിട്ട് യേശു കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് കർത്താവ്
കർത്താവിന്റെ കൽപ്പന അനുസരിച്ചത് ഞങ്ങളുടെ കുടുംബത്തിൽ, എന്റെ ജീവിതത്തിൽ വിടുതലും അനുഗ്രഹവും സമാധാനവും മധുരമുള്ളതുമാക്കി തീർക്കുവാൻ ദൈവത്തിന് സാധിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ക്രിസ്തയേശുവിന്റെ നാമത്തിൽ എനിക്ക് വിളിച്ചു പറയുവാനുള്ളത്, ജീവിതത്തിലെ ലോകത്തിലെ ഏതു സുഖങ്ങളിൽ നാം അടിപ്പെട്ടാലും അതിന്റെ ഒക്കെ അവസാനം നമുക്ക് നിരാശയും വേദനയും കയ്പിന്റെ അനുഭവമാണ്. എന്നാൽ ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്, ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവാകുന്നു എന്ന്. യേശുവിനെ സ്നേഹിച്ചാൽ യേശു നിങ്ങൾക്ക് എനിക്ക് എന്നും ഒരു വഴികാട്ടിയായി നമ്മോട് കൂടെയിരിക്കും. ദൈവത്തിന്റെ ദൂതന്മാർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നാം ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ പോകുമ്പോൾ അരുതേ അരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്നും നടത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കർത്തൃത്വം വഹിക്കുവാൻ നമ്മെ തന്നെ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. മാറയിൽ വന്ന ജനം, ഹല്ലേലൂയ, മരുഭൂമിയിൽ വന്ന ജനം മാറ കണ്ട് ഭാരപ്പെട്ടു എങ്കിൽ അവിടെ വെച്ച് മാറയിൽ വെച്ച് അവരെ ആ കയ്പിന്റെ ജലം കുടിപ്പിക്കുന്ന ദൈവമല്ല. നീ ഭാരപ്പെടുമ്പോൾ, നീ വേദനിക്കുമ്പോൾ, നീ നിരാശയിലാകുമ്പോൾ നിന്നെ തലോടി, നിന്നെ മാറോട് ചേർത്ത്, നിന്നെ സമാധാനിപ്പിച്ച് നിനക്ക് ആശ്വാസം പകർന്നു തരുന്ന നസ്രേനായ യേശുവിനെ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ നിങ്ങൾ സ്വീകരിപ്പാൻ തയ്യാറാവട്ടെ. ജാതി ഏതെന്നല്ല, മതമേതെന്നല്ല, ക്രിസ്തയേശുവിന്റെ നാമത്തിനു വേണ്ടി ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയങ്ങളെ കൊടുക്കുവാൻ ഇന്ന് പകൽ തയ്യാറാണോ? മറ്റൊരുവനിലും രക്ഷയില്ല. ലോകത്തിൽ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല. എബ്രായ ലേഖനം 12:2 നാം പറഞ്ഞല്ലോ, ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇന്ന് പകൽ ഈ കർത്താവിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ കൊടുക്കുവാൻ തയ്യാറാണ്. ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല ദൈവജനത്തെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതേ രോഗത്താൽ ഭാരപ്പെടുന്നവർ, നിരാശയുടെ അടിത്തട്ടിൽ, വിവിധ പാപങ്ങളാൽ അടിത്തട്ടിൽ കിടക്കുന്ന, പാപത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന വിവിധ വ്യക്തി ജീവിതങ്ങൾ ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാപമേറ്റു പറഞ്ഞ് യേശു കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ, കടബാധ്യതയാൽ, ഹല്ലേലൂയ, വിവിധ തരത്തിൽ ഭാരപ്പെടുന്ന, കുടുംബത്തിൽ സമാധാനമില്ലാതെ മദ്യപാനത്താൽ ഭാരപ്പെടുന്ന, വിവിധ നിലകളിൽ ഭാരപ്പെടുന്ന സകലരെയും ഇന്ന് നസ്രേനായ യേശുവിന്റെ നാമത്തിൽ അതിൽ നിന്നും വിടുവിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാവുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ. How many times does the believer pray a day? The Muslims pray 5 times a day all their lives as a lifestyle. The Jews pray 3 times a day all their life as a lifestyle. They do it whether they are happy or not, whether they are under attack or not, whether they are blessed or not, whether they are sad or happy. They just do it. It's a lifestyle for total takeover of the world and of our nations. And all we do is to pray 1 or 2 times and think we've made it. No, unless prayer becomes a lifestyle, continuously praying in the morning, praying in the afternoon, praying in the evening, praying in the night, praying at midnight, unless we follow the 4 seasons and the 4 watches of the day and the 4 watches of the night, and praying consistently, when prayer becomes a lifestyle. So you pray whether you feel like praying or not. You pray when you are broke, and you pray when you are blessed, and you pray when you are down, and you pray when you are up, because prayer is a necessity for survival and for the maintenance of daily victory for the believer.